നമസ്തേ. ഇന്ന് 1200 ചിങ്ങമാസം 17-ാം തീയതി 2025 സെപ്റ്റംബർ മാസം 2 ചൊവ്വാഴ്ച മൂലനക്ഷത്രം. ഇന്ന് മൂലനക്ഷത്രം 38 നാഴിക 58 വിനാഴിക ഉണ്ട്. 38 നാഴിക 58 വിനാഴിക എന്ന് പറയുമ്പോൾ രാത്രി 9 മണി 53 വരെ, ഇന്ന് പകൽ മൊത്തമുണ്ട്. രാത്രി 9 മണി 53 വരെ മൂലനക്ഷത്രമുണ്ട്. ഇന്ന് ദശമി തിഥിയാണ്. ഫുള്ളായിട്ടും ദശമി തിഥി തന്നെയാണ്. വെളുത്ത പക്ഷത്തിലെ ദശമി തിഥി എന്ന് പറഞ്ഞിരിക്കുന്ന ദിവസമാണ്. ഇന്നത്തെ ഈ ദിവസത്തിൽ ഇന്ന് ചൊവ്വാഴ്ചയാണല്ലോ. ചൊവ്വാഴ്ചയും മൂലനക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ധനുരാശിയിലെ ധനുക്കൂറിലെ ആദ്യത്തെ നക്ഷത്രമാണ് മൂലനക്ഷത്രം. പൂർണ്ണ നക്ഷത്രമാണ്, പുരുഷ നക്ഷത്രമാണ്, അസുരഗണമാണ്. അസുരഗണം പുരുഷ നക്ഷത്രത്തിലുള്ളതായ മൂലനക്ഷത്രം പൊതുവിൽ നക്ഷത്രത്തിൻ്റെ തുടക്കകാലം 15 നാഴിക ഗണ്ണാന്തം എന്ന് പറഞ്ഞിരിക്കുന്ന ദോഷമുള്ള നക്ഷത്രമാണ്. ഗണ്ണാന്തത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പല വിധത്തിലുള്ളതായ ശാരീരിക ആരോഗ്യ ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് ബാല്യകാലത്തിൽ. ശേഷമുള്ളതായ ഒരു 22-23 വയസ്സ് വരെയൊക്കെയുള്ളതായ സമയകാലങ്ങൾ പൊതുവിൽ വിദ്യാഭ്യാസവും ആരോഗ്യവും സ്വസ്ഥമായ സ്ഥിതിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന നല്ല അനുഭവങ്ങൾ കിട്ടുന്നൊരു നക്ഷത്രമാണ്. 22-23 വയസ്സിന് ശേഷം വരുന്ന ആദിത്യ ദിശാകാലത്തിൽ ആദിത്യൻ നല്ല രാശിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അവരുടെ കഴിവ് ഗുണങ്ങൾക്കനുസരിച്ചുള്ളതായ തൊഴിലും ഭാഗ്യങ്ങളും ഒക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു നല്ല നക്ഷത്രമാണ് മൂലനക്ഷത്രം. ശേഷം വരുന്ന ചന്ദ്രദശയിലും തുടർന്ന് വരുന്ന ചൊവ്വാദശയിലും ഒക്കെ ഭേദപ്പെട്ട ഗുണങ്ങളുണ്ടാകും. പക്ഷേ ഈ നക്ഷത്രത്തിനുള്ള ഒരു പോരായ്മ എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ, പുരുഷ നക്ഷത്രമാണ്, അസുരഗണമാണ്. എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഒരു ധൃതി വെച്ചുള്ളതായ തീരുമാനങ്ങളെടുക്കും. പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും എനിക്കറിയാം എന്നുള്ളതായ ആ ഒരു ഭാവം ഇവരിൽ അറിയാതെ വന്നു ചേരും. അപ്പോൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ എനിക്കറിയാം, ഞാൻ ചെയ്തോളാം, എൻ്റെ കാര്യത്തിൽ മറ്റാരും ഇടപെടേണ്ട, ഇങ്ങനെയൊക്കെയുള്ളതായ ഒരു തോന്നലുകൾ സ്വാഭാവികമായിട്ടും ഈ നക്ഷത്രക്കാർക്കുണ്ടാകും. കഴിവുള്ളവരാണ്, പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ വിനിയോഗിക്കാനും ഒക്കെ ഉള്ളതായ കഴിവുള്ളവരാണ്. എങ്കിലും ഈ ഒരു കാരണം നിമിത്തമായിട്ട് പലപ്പോഴും വീട്ടിനകത്തും പുറത്തും സുഹൃത്തുക്കളുടെ ഇടയിലുമൊക്കെ കുറച്ച് അകലം മറ്റുള്ളവർ പാലിക്കുന്നതായ രീതിയിലുള്ളതായ കാരണങ്ങൾ വന്നേക്കാം. അതുകൊണ്ട് അങ്ങനെ വരാതെ ശ്രദ്ധിച്ചാൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റും. പൊതുവിൽ ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഈ വർഷത്തെങ്കിൽ 4ാമത്തെ രാശിയിൽ ശനി നിൽക്കുന്നുണ്ട്. 4ൽ നിൽക്കുന്ന ശനിയെ കണ്ടകശനി എന്നാണ് പറയുക. കണ്ടകശനി 4ാമത്തെ രാശിയിൽ നിൽക്കുമ്പോൾ കുടുംബ ജീവിതത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വീട്ടിനകത്ത് സ്വൈരക്കേടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വരാം. മനസ്സമാധാനം കുറയാം. പല വിധത്തിലുള്ളതായ ദുഃഖാനുഭവങ്ങൾക്ക് കാരണങ്ങൾ വരാം. വിവാഹത്തിന് മുമ്പുള്ളതായിരിക്കുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അത്രത്തോളം വലിയതായ ദോഷങ്ങൾ വരുത്തില്ല. വാർദ്ധക്യ കാലങ്ങളിലേക്ക് എത്തിയിരിക്കുന്നവരാണെങ്കിൽ മക്കളിൽ നിന്നോ ബന്ധുജനങ്ങളിൽ നിന്നോ ഒക്കെ പല വിധത്തിലുള്ള മനപ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നതായ സ്ഥിതിവിശേഷം ഉണ്ടാകാം. എങ്കിലും 7ാമത്തെ രാശിയിൽ നിവൃത്തി സ്ഥാനത്തായിട്ട് വ്യാഴൻ്റെ സാന്നിധ്യം നിൽക്കുന്നത്, ഈ മൂലനക്ഷത്രത്തിൻ്റെ രാശി ധനുരാശി, വ്യാഴക്ഷേത്രം കൂടെ ആയതുകൊണ്ട് ധനുരാശിയിലേക്ക് വ്യാഴൻ ദൃഷ്ടി ചെയ്യുന്നത് വളരെ ഗുണകരമാകുന്ന നല്ല ഫലമാണ്. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനും അതിജീവിക്കാനും കഴിയുന്ന ഒരു നക്ഷത്രം അല്ലെങ്കിൽ ഒരു സമയം കൂടെയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് കഠിനമായ വിഷമങ്ങളൊന്നും നേരിടേണ്ടതായിട്ട് വരുത്തില്ല. എങ്കിലും ശനിയുടേതായ ദോഷശാന്തിക്ക് വേണ്ടിയിട്ട് ശാസ്താവിന് നീലാഞ്ജനം നടത്തി പ്രാർത്ഥിക്കുക, ശിവന് ജലധാര നടത്തുകയൊക്കെ ചെയ്താൽ ദോഷത്തിന് പരിഹാരമാകും. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ.